മഴ പെയ്തോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ബാഗും പൊക്കണം തൂക്കി എങ്ങോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മൾ ഇന്ന് കൊടൈക്കനാൽ വരെ ഒരു യാത്രയ്ക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആയിട്ട് കൊടൈക്കനാൽ ഇപ്പോൾ നല്ല ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? കൊടൈക്കനാൽ പോയിട്ടുണ്ടോ? ഞാൻ ഒരു വട്ടം ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ മൃദുലേക്ക് 4 മാസമായി, അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ? അപ്പോൾ അതെ, നമ്മൾ രാവിലെ ഇറങ്ങി കേട്ടോ. രാവിലെ അല്ല, അപ്പോൾ 11 മണിയായി. നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇത്ര ദിവസത്തേക്കാണോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഗൈസ്. കോട മനസ്സിൽ കോട, അവിടെ ചെല്ലുമ്പോൾ എന്തുവാന്ന് അറിയത്തില്ല. അമ്മ വരുന്നില്ല ഗൈസ്, അമ്മ ആവുന്നേ വിളിച്ച. ചില ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കാനാ വേറെ ഇറങ്ങുന്ന ഇഷ്ടം. അതിലൊരു കാറ്റഗറിയാണ് അമ്മ. അമ്മക്ക് എവിടെ എന്ന് പണ്ട് നമ്മൾ പോവാൻ വേണ്ടി റെഡി ആവാണ്. അപ്പൊ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ, ഗുണാകേവി കൊണ്ടിടായിരുന്നു. അത് ആഴോ ഗുണാകേവ അവിടെ നമ്മളെ മഞ്ഞുമൽ ബോയ്സ് കണ്ടില്ലേ എന്റെ കുഴി, അതവിടെ അവിടെ ഇറക്കി വിടൂലല്ലേ. അപ്പൊ എത്ര ദിവസത്തെയാണെന്നൊന്നും പ്ലാൻ ചെയ്തില്ല കേട്ടോ. മടുക്കുമ്പോൾ തിരിച്ചു വരും. പഴനി തിരിച്ചു വരുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറണമെന്നുണ്ട്. അപ്പൊ ഏതായാലും ഫസ്റ്റ് നമ്മളിപ്പം പോകുന്നത് റൂട്ട് നമ്മള് പത്തനംതിട്ട റാന്നി നമ്മുടെ ആ ഒരു റൂട്ടിലാണ്. നമ്മൾ നേരെ കമ്പം തേനി ആ റൂട്ടിലാണ് നമ്മൾ നേരെ ഡയറക്റ്റ് കൊടൈക്കനാൽ വിടുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 7 മണിക്കൂർ 8 മണിക്കൂർ യാത്രയുണ്ട് തോന്നുന്നു അല്ലേ. 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമ്മളിന്ന് രാത്രിയാവും ഇവിടെ എത്താനായിട്ട്. അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്ത് പറ്റി, ഉറങ്ങിപ്പോയി. അതെ, അത്രേ ഉള്ളൂ. 8 മണിക്കൊന്നും എണീക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പോഴത്തെ മഴ രാവിലത്തെ ഒരു സുഖം ഉണ്ടല്ലോ, ഉറക്കം. ഭയങ്കര സുഖമാണ് രാവിലെ കിടന്ന് ഉറങ്ങും. ഇന്ന് അച്ഛന് കാപ്പി പോലും അമ്മ ഉണ്ടാക്കി കൊടുത്തില്ല. കാരണം അത്ത സൂചിച്ചങ്ങ് ഉറങ്ങിപ്പോയി. 11 മണി എണീറ്റു. നമ്മൾ വന്നപ്പോ കാപ്പി ഒന്നും ആയില്ലായിരുന്നു. അതാ അപ്പൊ അതാ കാര്യങ്ങൾ. അപ്പൊ ഇറങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ ബാക്കി വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല അല്ലേ. പക്ഷേ സ്കിൻ കെയർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ ഫേസിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ടും ടാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ സൊല്യൂഷനായിട്ട് ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റാണ് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഡാർക്ക് സ്പോട്ട് പോകുന്നതായിട്ട്, നമ്മുടെ മുഖത്തൊരു നാച്ചുറൽ ഗ്ലോ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നേച്ചറിന്റെ സയൻസിന്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്കും 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനാമിഡും ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഹിമാലയ സ്വരസ ടർമറിക്ക് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ നാച്ചുറലി റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു സെറത്തിന്റെ ലൈറ്റ് വെയിറ്റ് ഫോർമുല നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു ക്ലിയർ ആൻഡ് റേഡിയന്റ് സ്കിൻ നൽകാനും സഹായിക്കുന്നു. ഈ ഒരു സെറം സ്വരസ കോൾഡ് പ്രസ് എക്സ്ട്രാക്ഷൻ മെത്തേഡിൽ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ടർമറിക്കിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ സ്കിന്നിന് കിട്ടും. ഇനി ഈ ഒരു സെറം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നല്ലേ, നമ്മൾ ഡെയിലി 2 നേരം 2-3 ഡ്രോപ്സ് എടുത്ത് ഫേസിലും നെക്കിലും നല്ലോണം അപ്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം. ആ നല്ലോണം അബ്സോർബ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു സൺസ്ക്രീൻ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്കറിയാം ഹിമാലയയുടെ എല്ലാ പ്രോഡക്ട്സും മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും കൂടാതെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് 30% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇഡലി കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എവിടെ പോയാലും അവളെ സൂക്ഷിച്ചോളൂ. എനിക്ക് അതേ ഉള്ളൂ പറയാം. അവള് കേറാണ് അനിയന്റെ ആദ്യം ഭർത്താവ്, അത് കഴിഞ്ഞ് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരാം. 5 ഇഡലിയേ ഉള്ളൂ. അതാ ഗൈസ്, രാവിലെ ഒരു ട്രിപ്പ് ഇഡലിയും മറ്റേ ഞണ്ടുകറിയും കഴിച്ചതേ ഉള്ളൂ. ഇപ്പൊ അടുത്ത ട്രിപ്പ് കൂടെ കഴിക്കണമെന്നാ. അത് ഡോക്ടർ പറഞ്ഞോണ്ട് തന്നെ അങ്ങ് അറമാദിച്ച കൂടെ കഴിക്കണം. എന്ത് ചെയ്യാനാ? ഇല്ല യാതൊന്ന് പറഞ്ഞില്ല ഭഗവാനേ. എന്റെ പൊന്ന്, 4 ജോഡി എടുത്ത് 4 ജോഡി. ട്രൈപോഡ്, ഷൂസ്, ബേബി, കൊടൈക്കനാല്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരുന്നൂടാ. ഇല്ലടാ, യാത്രയൊക്കെ ചെയ്യണം. തലകണ ബെഡ്ഷീറ്റ് അത് ഗർഭിണിയായപ്പോ ഉള്ള ഉറക്കമല്ല, അത് നേരത്തെ ഉള്ള ഉറക്കം. ഗർഭിണിയായോണ്ട് പ്രത്യേകിച്ച് ഉറക്കമൊന്നുമില്ല. നേരത്തെ കിട്ടിയ ഉറക്കം. ഇരുമ്പാണായി താക്കോല്? ഇരുമ്പല്ലേ, സ്റ്റീലല്ലേ? ഇരുമ്പ അത് തുരുമ്പിക്കും. താക്കോല് വെച്ചെന്ന് പറഞ്ഞിട്ട് കാട്ടിന്റെ വീട്ടിലൊന്നും പോകരുത്.
കൊടൈക്കനാൽ പിന്നെ സ്മാർട്ട് സിറ്റി അല്ലേ? ആണോ? എടാ കൊടൈക്കനാൽ സിറ്റി അല്ല, അത് ഫോറസ്റ്റ് ഏരിയ അല്ലേ? ടൗണും ഇല്ല. ഞാൻ ടൗണുണ്ട്, എന്നാലും അവിടെ മീനെന്തോ അതെന്തൊരു ഇംഗ്ലീഷ് പുതിയതൊക്കെ ഇറക്കുന്നത്. അമ്പാൻ പറയല്ലേ ശളൈ. നമ്മളെ പോവാ. കൊച്ചെണ്ണ ഉമ്മ ഇത് എവിടെ പോയാലും ഉള്ളതാട്ടോ. കൊറേ ഒന്നും വീട്ടിൽ കാണും മതി. അതെ, നിങ്ങൾ വിചാരിക്കും എല്ലാ വീഡിയോയിലും ഉമ്മ. പണ്ട് മുതലേ എവിടെ പോയാലും ഉള്ളതാ, ഉമ്മ കൊടുത്തിട്ടേ പോകാറുള്ളൂ. എനിക്ക് അമ്മ മേളിപ്പോ റൂമിൽ നിന്ന് എടുത്തവാ. ചച്ചേ ട്രിപ്പ് പോകുന്ന പോക്ക് കണ്ടു. ആന്തൂടാ കൊടയുടെ അറ്റത്ത് ഇത് അടപ്പാ. കപ്പ് വേണം, വെള്ളം വീടായിരിക്കാൻ. ഓ ഇത് നനയുവാണെങ്കിൽ വണ്ടിക്കത് വെള്ളം അതിലിങ്ങനെ. ഓ അങ്ങനെ അത് പറ. മൃദുല അവിടെ വൊമിറ്റിംഗ് ആട്ടോ. ഇന്നലെ വൊമിറ്റിങ്ങിന്റെ ഗുളിക കഴിച്ചില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. മൃദുല കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് വൊമിറ്റ് ചെയ്ത് വയ്യായിരുന്നു. ഇന്നലെ ഗുളിക സൂക്ഷിച്ച് നമ്മള് വണ്ടി പെതുക്കല്ലേ പോന്ന. അതെ, അതുപോലെ പെതുക്കല്ലേ നമ്മള് പോന്നത്. അങ്ങനെ മൃദുലയുടെ ആവശ്യപ്രകാരം നമ്മൾ ഇന്ന് ഊണ് കഴിക്കാൻ വിചാരിച്ചു. അല്ല, എനിക്ക് ഊണും മതി ലൈറ്റായിട്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതാ രാത്രി ടാബ്ലറ്റ് കഴിക്കുക, ഇല്ലെങ്കിൽ ഇപ്പം വോമിറ്റ് ചെയ്യത്തില്ലായിരുന്നു. മറന്നു, കഴിച്ചില്ല. വീട്ടിൽ നിൽക്കുന്ന ദിവസം കറക്റ്റായിട്ട് കഴിക്കുക, എവിടെയെങ്കിലും പോകുന്ന ദിവസം മറക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഗുളിക ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വോമിറ്റ് ചെയ്യത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ ടാബ്ലറ്റ് കഴിച്ചൂടാന്ന് പറയുന്നത്, പക്ഷേ നമുക്ക് ചില ദിവസങ്ങളിൽ കഴിക്കാതെ പറ്റത്തുമില്ല, ഒട്ടും വയ്യാതാവും. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ കഴിക്കും. നമ്മളെ ഫുഡ് എത്തി. നമ്മളെപ്പം വന്നാലും ഇവിടെ ചെക്കപ്പിന് സ്കാനിങ്ങിനൊക്കെ വരുമ്പോഴും ഇവിടുന്നായിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ അണ്ണ, ഇന്നവിടെ പരിപ്പ് അങ്ങോട്ട് കൂട്ടാം. കഴിച്ചിട്ട് മെനങ്ങാന്ന് കൊണ്ട് സർവീസ് ചെയ്ത വണ്ടിയാ. സർവീസ് ചെയ്തിരുന്നൊരു കാര്യമില്ല. ഇപ്പോഴത്തെ മഴയത്ത് ഒരു പരിപാടി നടക്കത്തില്ല. ആണ്ടാ ഫുള്ള് തൊളിയായി. പുല്ലൂര് വരെ ആയതേ ഉള്ളൂ. അതായത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി യാത്ര തുടങ്ങുകയാണ്, തുടരുകയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഓ, ഈ പാല് ഇപ്പൊ പണിഞ്ഞേലി. ഇത് പുതിയ പാലോന്നും പറഞ്ഞ അതുവഴി പോകുന്നു. ഫുള്ള് വെള്ളം, ഫുള്ള് മഴ. അതെ ഗൈസ്, മഴ. കൊടൈക്കനാൽ ഇങ്ങനെ മഴയാണെങ്കിൽ നമുക്ക് സൈറ്റ് സീയിങ് ഒന്നും നടക്കത്തില്ല. ഞാൻ എന്റെ കുടയുണ്ട്. നമ്മള് കുട വാങ്ങിച്ചില്ലേ? ആ കുടയില് മൂന്ന് പേർക്ക് പറ്റത്തില്ല, 2 പേർക്ക്. ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും, എനിക്ക് മാത്രം. ഇയാൾക്ക് വയ്യല്ലേ, അതുപോലെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മള് റൂം എടുത്തിട്ട് അവിടെ ആക്കിയിട്ട് ഞങ്ങള് പൊക്കോളാവേ. അവിടെ ഒറ്റയ്ക്ക് സേഫ് ആയിട്ട് കെയർ ചെയ്തങ്ങ് ഇരുന്നത്. അമ്മ പ്രത്യേകം പറഞ്ഞതാ നോക്കിക്കോണേന്ന്. ഞാൻ ഇരുന്ന് നോക്കും. കോടയൊക്കെ കാണൂല്ലേ? പിന്നെ കോടയില്ലേ, ഫുള്ള് കോടയാ. പക്ഷെ നിന്റെ നാക്കെടുത്ത് വളച്ച അവിടെ കോട പോയിട്ടൊരു കൂടയും കാണത്തില്ല. അന്ന് മൂന്നാറ് പോയിട്ട് നീ എന്തിനാ പറഞ്ഞില്ല, അച്ഛാ തോണ്ട് അങ്ങ് കണ്ടോ കോട. വടി ഇരുന്ന് അവിടെ ഒന്നും ഇല്ലായിരുന്നു. അത് പോയത് സ്വിറ്റ്സർലൻഡ്. എനിക്ക് അറിയാം, ഞാൻ പണ്ടടിച്ചതാ. ഇവിടെ കൊറേ തേക്കും തോട്ടം കണ്ടോ? അത് പോയത് തേക്കും തോട്ടം അങ്ങനെ കാണത്തില്ല. അവിടുന്ന് ഭയങ്കര രസമായിരുന്നു. അപ്പൊ പോയി തിരിച്ചു പോകണം. ഇനി ഇഷ്ടംപോലെ തേക്കത്തോട്ടമുണ്ട്. ഇനി അങ്ങോട്ട് തേക്കത്തോട്ടം, ഫുള്ള് തേക്കത്തോട്ടം അല്ലേ? ഇവിടുന്നാണ് നമ്മൾ അങ്ങോട്ടൊക്കെ ഈ തേക്കൊക്കെ വരുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അലമാര, വിയാതിരി, മറ്റേ ജനലിന്റെ പാളി. ഉറങ്ങിക്കൊടി വയ്യെങ്കി അത് പറയണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? മഴ ഇപ്പൊ തോന്നി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. തേക്ക് തേക്ക് രാവിലെ വെട്ടും. പക്ഷേ ഈ തേക്ക് ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സൺഗ്ലാസ് യൂസ് ചെയ്യണം കേട്ടോ. ബ്രാൻഡഡാ, മറ്റേ US ബ്രാൻഡഡ് ഒരാള് 1990 സെൻസ് ചെയ്തതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുത്ത സാധനം. നമ്മളെ ഇന്ത്യൻ വില ഞാൻ പറഞ്ഞില്ലേ, പ്രവീഡ് പൊട്ട ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് സിൻസ് എന്ന് വെച്ചാൽ അത്
നോർമലി നമ്മൾ എപ്പോഴും ഇംഗ്ലീഷാണല്ലോ സംസാരിക്കുക, അപ്പൊ പെട്ടെന്ന് നമുക്ക് മാറാൻ പറ്റത്തില്ല അല്ലേടാ. രാവിലെ തിരിച്ചടിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് മാറാൻ പറ്റത്തില്ല. അതെനിക്കറിയാം, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷല്ലേ എപ്പോഴും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് മലയാളം വരുന്നില്ല. നമ്മളിപ്പോ റാന്നി എത്തില്ലടാ, റാന്നി എത്താറായി. മൃദുലതേ ബാക്കില് ആദ്യം ഇരുന്നുറങ്ങി, പിന്നെ കിടന്ന് ബാക്ക്. നിങ്ങൾ എല്ലാവരും പറയും പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തണമെന്ന്. പക്ഷേ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, നമുക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് നമുക്ക് കംഫർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കണത്, എപ്പോഴും കിടക്കണത്. അവിടെ അവിടെ കംഫർട്ടാണ്. നമ്മൾ ആദ്യം വിചാരിച്ച് വലിയ വണ്ടി എടുത്താലോ ഒന്ന്, ഇത് നമുക്ക് 3 പേരുള്ളെങ്കിൽ ഇത് ഓക്കെ ആണ്, അവർക്ക് ബാക്ക് സീറ്റിൽ ഫുൾ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിത് റാന്നിയിലെ കാടുകളിൽ കൂടെ കാട്ടു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാട്ടാ, മഴയൊക്കെ തോന്ന് നല്ല തണുപ്പുണ്ട്, ഇടില്ല. അങ്ങനെ നമ്മൾ മൃദുലയ്ക്ക് ഒരു കരിക്ക് വാങ്ങാന്ന് വിചാരിച്ചേട്ടാ. ഈ വൈഡ് വന്ന വഴിക്ക് മൊത്തം പൈനാപ്പിൾ അല്ലേ? ഒരെണ്ണം 50 രൂപയാണോ? ഓ, ഒരെണ്ണം. മൃദുലയ്ക്ക് കരിക്ക് കൊടുക്കാം. കരിക്ക് നല്ല ഉറക്കം കേട്ടാ. മൃദുലേ, കരിക്ക് കുടിക്കൂ, എനർജി കയറ്റൂ. കൊടൈക്കനാലിലെത്തുമ്പോൾ ഫുൾ ഓൺ എനർജി ആയിരിക്കണം. മധുരം ഉണ്ടോ അതോ വാടിയതാണോ? ഗൈസ്, അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വാങ്ങിയടാ. നമ്മൾ ഈ 2 പീസ് പൈനാപ്പിളിനെ ഓരോരുത്തർ 30 രൂപയ്ക്ക് വാങ്ങില്ല. ഇത് ഒരു കവറിലുണ്ട് ഗൈസ്. ഇത് ഇത്രയും കൂടി 60 രൂപ ഉള്ളു കേട്ടോ. 50 രൂപ ഇല്ലേ? നമ്മൾ കരിക്കും ഇതും കൂടി വാങ്ങിച്ചത് 110 രൂപ എന്തോ ആയുള്ളൂ. ഇവിടെ പൈനാപ്പിൾ ശരിക്കും ഉണ്ട് കേട്ടോ. ഉൾപ്പിലൊക്കെ ഇട്ട് ബ്രൂലേക്ക് കഴിച്ചുകൂടെ ഗൈസ് പൈനാപ്പിൾ. നല്ല മധുരം. മാറ്റി വൈ, മുളക് പൊടിയൊക്കെ എരിഞ്ഞവിടെ ഇരിക്കും. നോക്കടി. അടിപൊളി സെറ്റ് കേട്ടാ. പീരിമേടാണ് ഗൈസ്. നമ്മളിപ്പം കറക്റ്റ് പീരിമേട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഫുൾ കോടയുള്ള സ്ഥലത്തൂടെ പൊക്കോണ്ടിരിക്കട്ടെ. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല ഇവിടുന്ന് ഈ ഒരു ഫീല് കിട്ടും. നമ്മളിപ്പം പീരിമേട് അടുപ്പിച്ച് ആവുന്നതേ ഉള്ളൂ. പക്ഷെ നോക്ക് എന്റെ പൊന്നെ, ഒന്നും കാണാൻ വയ്യ കേട്ടോ, ഒരു രക്ഷയില്ല. കൊടൈക്കനാലല്ലേ പ്രതീക്ഷിച്ചത്. ഇത് നമ്മളിപ്പോ പീരിമേട് ആയിട്ടേ ഉള്ളു. വൈകിട്ട് ഏതാണ്ട് ഒരു 3 മണി ആ സമയം ആവുന്നേ ഉള്ളു കേട്ടോ. പക്ഷെ അന്യായ മഴ പെയ്ത് അന്യായ പോവുക കേട്ടോ, ഒരു രക്ഷയില്ല. കിട്ടില്ല ഗൈസ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കോട കണ്ട് വീട്ടിൽ പോവാന്ന് വെറുതെ പറയുന്നു. രക്ഷയില്ല കേട്ടോ. ഗ്ലാസ്സാക്ക് പൊളി കിടിലം. നമ്മളിപ്പോ ഏതാണ്ട് ഒരു 7 മണി 8 മണി ആവും കേട്ടോ നമ്മള് ഹോട്ടലിൽ എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ഫുൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിരിക്കും ഫുൾ കൊടൈക്കനാൽ കറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിവേ നമ്മളിപ്പോൾ പീരിമേട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഏതാണ്ട് ഒരു 190 കിലോമീറ്റർ അടുപ്പിച്ച് ഇനിയും ഉണ്ട് കേട്ടോ. ഇതിൽ അവിടെ നിന്ന് ആണ്ട് കുറച്ച് ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മുട്ട പപ്സ് അല്ല, ബനാന പപ്സും സ്വീറ്റ് പപ്സും. ഓടി പോളി കേട്ടോ.
ബാക്ക്ഗ്രൗണ്ട് നോക്ക്. അമ്മ വിളിക്കുന്നു guys, അമ്മ കോട കാണണോ? കോട കാണണോ? കോട മഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ. മഴ പെയ്യണോ ഗൈസ്, മഴ പെയ്യണ ഗൈസ്. മഴ ഓടിക്കോ. എനിക്കറാം ഗൈസ് മഴ പെയ്യുന്നു ഗൈസ്, മഴ നോക്ക്. ഞാൻ പോലെ വിഷയം കേട്ടോ. സത്യം ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഈ സീൻ. വീടാണോ ഹോട്ടലാണോ അത്? വീടാ സെറ്റ് ഇട്ട് കണക്കുണ്ടല്ലേ. നമ്മളെ ഒരു മല കേറി ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഇറങ്ങിയപ്പോ കോടയൊക്കെ പോയി നോക്ക്. ഇപ്പൊ കോടയൊക്കെ പോയേട്ടാ, ഇപ്പൊ ക്ലിയർ ആയി. അടിപൊളിയായിരുന്നു കേട്ടാ, സൂപ്പർ. നമ്മള് എക്സ്പെക്ട് ചെയ്തില്ല. നല്ല രസമായിരുന്നു അത്രയും ഭാഗം. അയ്യോ പമ്പ് കാണുന്നില്ല. പമ്പ് കോടാറിന്റെ റോഡ് കാണാൻ വയ്യ. ഇതാ പമ്പ്. ഇവിടെ നമ്മള് എണ്ണ അടിച്ചില്ലായിരുന്നു കേട്ടോ, നമ്മൾ അവിടുന്ന് അങ്ങനെ അടിക്കാതെ വന്നത്. ഫൈനലി നമ്മൾ പെട്രോൾ പമ്പ് കണ്ടുപിടിച്ച്. ഇനി അടിച്ചില്ലെങ്കിൽ ചെയ്യും. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് നോക്കിയാണ്? മൈലേജ് ഒക്കെ കുറവാടേ. നമ്മുടെ വോട്ട് ചില ബലീനൊക്കെ 30 കിട്ടുന്ന മൈലേജ് ഇറങ്ങി ഉരുട്ടുമായിരിക്കും. നമുക്ക് 17.9. നമുക്ക് 19 ഉണ്ടായിരുന്നില്ലേ? നമ്മൾ അലോയി കയറ്റിയതിനു ശേഷം മൈലേജ് ഇച്ചിരി കുറഞ്ഞു. പെതുക്കൊക്കെ ഓടിച്ചാൽ കിട്ടും. സൂക്ഷിച്ചൊക്കെ ഇറങ്ങി ഉരുട്ടിയൊക്കെ കൊണ്ടുവന്നവർക്ക് 30-34 കിട്ടും. എടാ എന്നാലും എങ്ങനെയാ ബലീനക്ക് 30 കിട്ടുന്നത്? അതാ പറഞ്ഞ ഉരുട്ടണം, ഓട്ടിക്കരുത്. സ്റ്റാർട്ട് ചെയ്തിട്ട് തള്ളട ഇറങ്ങി, അപ്പൊ നല്ല മൈലേജ് കിട്ടും. മുടിഞ്ഞ മഴ ഗൈസ്. തേയിലത്തോട്ടം ഇവിടെയാണ് മറ്റേ കണ്ണത്തേവം പ്ലാന്റേഷൻ. അറിയാൻ വയ്യ. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്ന. ചായ കുടിക്കായിരുന്നു കേട്ടാ. ചായ കുടിക്കാൻ മുടിഞ്ഞ മഴ ഗൈസ്. എന്തൊരു മഴ ഇത്. എടക്കൽ ഗുഹ മണ്ടലിട്ട് നോക്കണ. അടിപൊളി നോക്ക് ഗൈസ്. മഴയുടെ കൊട നനയില്ലേ? ഞാൻ നനഞ്ഞിട്ട് കൊട തല വെച്ചോണ്ട് ഓടാ. ഇത് നമ്മളെ പുതിയ വാങ്ങിച്ച കൊട. ഇതാണ് ഹൈടെക് ടെക്നോളജി. ഇതാകുമ്പോ കൊടയും നനയത്തില്ല. അല്ല കൊട നനയും, എന്നാലും വെള്ളം കാറി വീഴുന്നില്ല. അതെ, ഞാൻ ആദ്യം ഇറങ്ങാവേ, നിങ്ങളെ രക്ഷിക്കാം. ആവുന്നില്ല. ചതിച്ച് 500 രൂപ പോയി. ഓ ഉദ്ഘാടനം കൊടയുടെ ഉദ്ഘാടനം. ഇനി അവ എന്റെ അടുത്ത് വരും. ഇതങ്ങോട്ട് വെച്ചോ. എടാ എന്നെ കൊണ്ടുപോടാ. ഓ മോനെ, ഒന്ന് കൊടഞ്ഞിട്ട് ആക്കണമായിരുന്നു. ഒടുക്കത്തെ മഴ കേട്ടാ, ഒരു രക്ഷയില്ലാത്ത മഴ. പിന്നെ നമ്മള് സത്യം പറഞ്ഞ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി കേറിയതാ. അപ്പൊ അവിടെ മസാല ദോശ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് വിശപ്പില്ലായിരുന്നു. അതെ, വിശപ്പൊന്നും ഇല്ലായിരുന്നു. മൃദുലേക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന ചേട്ടൻ ബജ്ജി ഉണ്ടാക്കുന്ന, അപ്പൊ പിന്നെ അത് വിൽക്കണ്ടേ, അതുകൊണ്ട് പിന്നെ അവിടെ ആളില്ല ഒന്നത്. അതുകൊണ്ട് ഓരോ ബജ്ജിയും കഴിച്ചു. പിന്നെ അവിടെ ഈ ചിപ്സ് അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്. അപ്പൊ അതുകൊണ്ട് അതുകൂടെ വീട്ടി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. വിശപ്പൊന്നും ഇല്ല. ഡയറ്റാ. ശരി ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടിപ്പെരിയാറിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഏതാണ്ട് 161 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ സമയം കാണിക്കാം. നമ്മളിങ്ങനെ പെതുക്കെ പോകുന്നത്. 9:30 നമ്മൾ കൊടൈക്കനാൽ എത്തത്തുള്ളൂ. അങ്ങനെ ഒരു 10 മണി ആവുമായിരിക്കും. ഫുൾ ഇരുട്ടാവും. ഒന്നും കാണാൻ പറ്റത്തില്ല. നാളെ ഇറങ്ങിയിട്ട് നമുക്ക് ഫുള്ള് കൊടൈക്കനാൽ റൗണ്ട് അടിക്കാം.
വണ്ടിപ്പെരിയാർ ജംഗ്ഷനിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതേ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടാ തമിഴ്നാട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി പരിശോധിക്കുന്നതാണ് അവിടെ ഫുള്ള് പോലീസ് കയറി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എല്ലാം പരിശോധിച്ചേ വിടുന്നുള്ളൂ. ബോർഡർ കമ്പം മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ സ്വന്തം തമിഴ്നാട്. ഒരു KSRTC കയറി വന്ന് ഗായ്സ് നെഞ്ചിന്നൊരു കേട്ടോ എൻ്റെ മുന്നേ ഈ വളവിലൊക്കെ ഓവർടേക്ക് നിൽക്കുന്നവൻ്റെ പെട്ടല് കിട്ടി കൊടുക്കണം. വന്ന വരകം കാണാം, ചവിട്ടി നിർത്തി. അതെ നമ്മളിതേ ഓരോ ഹെയർ പിന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മൃദുലതേ ബാക്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. റോഡിന് ഒട്ടും വീതിയില്ലേ, ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ആവും. ഒട്ടും വീതിയില്ല കേട്ടോ. നോക്ക് ഗൈസ്, നേരെ സ്ട്രെയിറ്റ് റോഡ് അങ്ങ് നേര് വരെ നമുക്ക് അതാ പറഞ്ഞേ. ഓയ്യോ നമ്മളിത് എത്തിയിട്ടില്ല കേട്ടോ. സ്റ്റിൽ ഇനിയൊരു 20 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമ്മുടെ ഹോട്ടലിലോട്ട്. ഫുള്ള് രാത്രി കോട. നമ്മളുടെ 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് പതുക്കെ വണ്ടി ഇങ്ങനെ 40 ഒട്ടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതേ റൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ അടുത്ത് തന്നെ കേട്ടോ. കൊടൈക്കനാൽ ലേക്കിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നമ്മളിപ്പോ സമയം ഇപ്പൊ എത്ര? ഇത് കൊച്ചിന്റെ റൂം. അതെ, നമ്മളുടെ മൊത്തം 2 റൂം എടുത്ത്. പക്ഷേ കൊച്ചിന്റെ റൂമാണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയതാണ്. ഇവിടെ കൊടൈക്കനാലിന്റെ ഒരു ഫുൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ അവിടുത്തെ റൂമിന്റെ ഈ ഒരു ലൈറ്റ് ഒന്നും വർക്കിംഗ് അല്ല കേട്ടോ. ഈ ഒരു റൂം കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമാണ്. പിന്നെ നീറ്റാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ റൂമിനും റേറ്റ് ആണ്. ഒരു ലോക്കൽ റൂമിന് തന്നെ 2500 ഒക്കെയാണ് മേടിക്കുന്നത്. അതെ, ഒരു റൂമിന് 2500 രൂപയാണ് ആയത്. ഒരു ദിവസത്തേക്ക് ഒരു റൂമിന് 2500. ലോക്കൽ ഹോം സ്റ്റേക്ക് തന്നെ 2500 അത്ര റേറ്റ് ആവും. കുഴപ്പമില്ല, ഡീസന്റ്. ഈ ഒരു സ്ഥലത്ത് അതുപോലെ നമ്മൾ അടുത്താണ് കേട്ടോ. കുറച്ച് ദൂരെയാണ് ഇതിൽ റേറ്റ് കുറഞ്ഞു കിട്ടും. നമുക്ക് കൊടൈക്കനാലിൽ 500 മീറ്റർ അത്ര ടൗണിൽ തന്നെയാണ്. ഒരു ഫോട്ടോ ഫ്രെയിം, ഇത് കൊച്ചുവിന്റെ പെട്ട്. വിശാലമായി കൊച്ചുവിനെ ഒറ്റയ്ക്ക് കിടന്ന് നെഞ്ചും പിരിച്ച് കിടന്നുറങ്ങാം. അതെ, ഇതാണ്ട് ഇത് ചെറിയ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം. ബാത്റൂം കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം വാട്ടറും തോന്നില്ല, എല്ലാം ചോദിച്ചു വാങ്ങണം. പിന്നെ ഫുള്ള് ഉണർന്നിരുന്നോണ്ട് ഭയങ്കര ക്ഷീണം, മുഖത്ത് ഒന്ന് ഉറങ്ങണം. അപ്പൊ ഗൈസ്, അത്രയാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നൊരു റോഡ് ട്രിപ്പ് ആയിരുന്നു, നമ്മുടെ കൊടൈക്കനാലിലോട്ടുള്ള ഒരു റോഡ് ട്രിപ്പ് ആയിരുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്ത് വിചാരിച്ചുകൊണ്ട് ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനുള്ള ബ്രേക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ കൊടൈക്കനാലിലെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. അപ്പം see you tomorrow and love you guys. Bye. മൃദുല തൂറൽ, മഴ തൂർന്നു. തൂറൽ എന്ന് വെച്ചാൽ പെയ്യുന്നു.